റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പോലീസ് ലഹരിവേട്ടയുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ. റിപ്പോർട്ടറിന് 3 ആഴ്ചക്കിടെ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ 5453 പേർ പിടിയിലായി. സംസ്ഥാനത്താകെ 5261 ലഹരി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, ലഹരിക്കെതിരായ പോരാട്ടം തുടരുമ്പോൾ പിടികൂടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയല്ലേ? സുജയ, തീർച്ചയായും. കാരണം കഴിഞ്ഞ 3 ആഴ്ചക്കാലമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് സജീവമാണ്. ഓപ്പറേഷൻ ഡി ഹണ്ട് സജീവമാക്കിയതോടെയാണ് ഇത്രയേറെ പേർ പിടിയിലാവുന്നത്. അത് കണക്ക് പരിശോധിക്കുമ്പോൾ തന്നെ വളരെ ഞെട്ടിക്കുന്നതാണ്. നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ അതിൽ MDMA മാത്രം കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ സംസ്ഥാനത്ത് 3.6 കിലോഗ്രാമാണ് പിടിച്ചെടുത്തത്. ഇതിനൊപ്പം തന്നെ 299 കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. കഞ്ചാവ് ബീഡികളാണെങ്കിൽ 3680 എണ്ണമാണ് പിടിച്ചെടുത്തത്. NDPS കേസുകളുടെ എണ്ണം ഈ 3 ആഴ്ചക്കിടയിൽ മാത്രം അത് 3878 ആയി ഉയർന്നു. ഈ സംശയാസ്പദമായ നിലയിൽ ഏതാണ്ട് 46,279 പേരെയാണ് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് പരിശോധിച്ചത്. ഇങ്ങനെ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഇത്രയേറെ ലഹരി മരുന്നുകളും ഇത്രയേറെ പേരെ പിടിക്കപ്പെടുകയും ചെയ്തത്. ഏതായാലും ഓപ്പറേഷൻ ഡി ഹണ്ട് വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. അവർ ഉറവിടം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് ക്യാമ്പസുകളിലടക്കം ഹോസ്റ്റലും ക്യാന്റീനിലും വിദ്യാലയങ്ങളുടെ പരിസരങ്ങളിലും ഒക്കെ വ്യാപകമായ പരിശോധന നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഇന്ന് വൈകിട്ടോടെ അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള പരിശോധനയാണ് പോലീസ്